യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ നിലപാടിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരാശ പ്രകടിപ്പിച്ചുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് റഷ്യൻ നേതാക്കളുമായി ചർച്ച നടത്തിയതും ട്രംപിന് അത്രയ്ക്കും ഇഷ്ടമായിട്ടില്ല. ട്രംപിന് എന്തുമാവാം, ബാക്കിയുള്ളവർക്ക് അത് പാടില്ല എന്നുള്ളതാണ് ട്രംപിന്റെ നയം. ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായിട്ട് സംസാരിച്ചു. റഷ്യൻ പ്രസിഡന്റിനെ അലാസ്കയിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് ഉച്ചകോടി നടത്തി വലിയ രീതിയിൽ ഞങ്ങൾ ഫ്രണ്ട്സാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിൽ പോയി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും കണ്ടത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഇയാളുടെ ഉപദേഷ്ടാവ് പീറ്റർ നവറോവ് പറഞ്ഞത് ഇന്ത്യ ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഒരു വിധത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോഴും റഷ്യൻ എണ്ണ വാങ്ങിച്ച് ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉക്രൈനിൽ യുദ്ധം നടത്തുന്നതിന് സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യയാണ്. യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള 3.5 വർഷത്തെ യുക്രൈൻ യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങളും പണവും നൽകിയത് ജോ ബൈഡൻ്റെ കാലത്താണ്. എന്ന് മാത്രമല്ല, ഇപ്പോഴും ഉക്രൈനെ റഷ്യ ആക്രമിക്കുന്നതിന് ഒരു പരിധി വരെ ട്രംപ് അനുകൂലിക്കുകയും ചെയ്യുന്നു. ഈ ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത്. ഇതുതരം ഹിപ്പോക്രസിയാണ്, യാതൊരു സംശയവുമില്ല. കാരണം യൂറോപ്പ് ഇപ്പോഴും പ്രകൃതി വാതകം ഇന്ത്യയേക്കാൾ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അമേരിക്ക വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുറേനിയം, സമ്പുഷ്ട യുറേനിയവുമായി ബന്ധപ്പെട്ടുള്ള റോ മെറ്റീരിയൽസ് റഷ്യയുടെ നിന്ന് വാങ്ങുന്നുണ്ട്. ഇതൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് ഇത്രയും വിവാദം ട്രംപും കൂട്ടരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ വേറൊരു ഇതുള്ളത്, എന്തായാലും ഇന്ത്യ പോയി, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും കണ്ടതിൽ ഒരു അല്പം അസ്വസ്ഥതയും, എന്നാൽ ഒരു എന്താ പറയുക, ഇനി ഇന്ത്യയുമായി സെറ്റിൽ ചെയ്യണമെന്നുള്ള ചിന്ത ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത് അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയാണ്. അദ്ദേഹം പറയുന്നത് ഇതൊരു താൽക്കാലികമായിട്ട് കണ്ടാൽ മതി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അമേരിക്കയെ പോലുള്ള ജനാധിപത്യ രാജ്യവുമായിട്ട് കൂടാനായിരിക്കും ഇന്ത്യക്ക് കൂടുതൽ താല്പര്യം. ചൈനയും റഷ്യയൊക്കെ അതോറിറ്റേറിയൻ ഏകാധിപത്യ ശൈലിയിലുള്ള സർക്കാരുകളാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണം പറഞ്ഞിട്ടുണ്ട് എസ്കേൻ. അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധം ഇതിനിടയിൽ അതിരൂക്ഷമായിട്ട് തുടരുകയാണ്. ഉക്രൈൻ ഒരു 250 ഡ്രോണുകൾ ഈ മണിക്കൂറുകളിൽ അയച്ചിട്ടുണ്ട്. തിരിച്ചടിച്ച് റഷ്യ കിഴക്കൻ ഉക്രൈനിൽ ഖേഴ്സണിൽ സഫ്രോഷിയിലൊക്കെ ആക്രമണം വിതറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലും ഈ ട്രംപിൻ്റെ ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ലെന്ന് മാത്രമല്ല, ട്രംപ് പറഞ്ഞത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ നിലപാടിൽ കടുത്ത നിരാശയിലാണ് താൻ. ഐ എം ഡിസപ്പോയിൻറ്റഡ്. കാരണം 2 ആഴ്ച കൊണ്ട് വൊളഡിമിർ സെലൻസ്കിയും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ട്രംപ് പ്രഖ്യാപിച്ചതൊന്നും നടക്കുന്നില്ലെന്ന് മാത്രമല്ല, പറഞ്ഞ ഡെഡ് ലൈൻ, അവർ പറഞ്ഞ ഒരു കാലാവധി തീരുകയാണ്. അതുകൊണ്ട് റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങളുമായി രംഗത്ത് വരുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം എന്നാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടി കൂടുതൽ അകലാനാണ് സാധ്യത. എസ്കേൻ. ഓക്കെ, താങ്ക് യു ബി ജെയിംസ്. ഇനി നാളെ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.